അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇസ്രായിലെ 83-84 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരാണ് അധിക മനുഷ്യരും എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് പഠിക്കുന്ന 83-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താതെ അതിനെ അവഗണിച്ച് നഷ്ടത്തിലകപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. തുടർന്ന് 84-ാമത്തെ ആയത്തിൽ സത്യനിഷേധികൾ സത്യദീനിനെ അവഗണിക്കുന്നുവെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോകട്ടെ, താങ്കൾ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് മുന്നേറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഹ്വാനം ചെയ്യുന്ന ആശയമാണുള്ളത്. വൈദ അൻഅംന അലൽ ഇൻസാനി, നാം മനുഷ്യന് അനുഗ്രഹം നൽകുമ്പോൾ, വൈദ അൻഅംന, നാം നിഅമത്ത് നൽകുമ്പോൾ, നാം അനുഗ്രഹം നൽകുമ്പോൾ, അലൽ ഇൻസാനി, മനുഷ്യന്, അഅറള, അവനതിനെ അവഗണിക്കുന്നു, അവൻ പിന്തിരിഞ്ഞു പോകുന്നു, അവൻ അകന്നു പോവുകയും ചെയ്യുന്നു, ബിജാനിബിഹി, അവൻ്റെ ഒരു വശത്തേക്ക്. അഅറള ബിജാനിബിഹി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ വലിയ ധിക്കാരത്തോടെ വളരെ നീചമായ രീതിയിൽ അവഗണിച്ചു തള്ളി എന്നാണ്. മനുഷ്യർ പൊതുവെ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാത്തവരാണ്. സത്യവിശ്വാസവും ദൈവവിചാരവുമുള്ള കുറച്ച് ആളുകൾ അവരുടെ ദൈവവിചാരം കൊണ്ട് മാത്രം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുന്നു എന്നതൊഴിച്ചാൽ അധിക മനുഷ്യരും അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാത്തവരാണ്. അതിലൂടെ അവർ തങ്ങൾക്ക് തന്നെ നാശം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യം ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് പറയുന്നതാണ്. അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമായി കൊണ്ട് പറയുകയാണ്. ഇവിടെ അള്ളാഹു ഒരു വലിയ അനുഗ്രഹം നൽകിയിട്ട് അതിനെ മനസ്സിലാക്കാതെ അതിനെ ധാർഷ്ട്യത്തോടെ അവഗണിച്ചു എന്ന് പറയുന്നത് അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചതും ഖുർആൻ അവതരിപ്പിച്ചതും പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് മനുഷ്യൻ്റെ ഈ ലോകത്തെയും പരലോകത്തെയും രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. അതിനെ ധിക്കാരത്തോടുകൂടി തള്ളിക്കളയുന്ന മനുഷ്യർ എന്ന് പ്രത്യേകം ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ, ഈ സൂറത്ത് ഇറങ്ങുന്ന കാലത്തെ മക്കയിലെ സത്യനിഷേധികളെയാണ്. അവർക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തെ മറ്റു പല മനുഷ്യരെയും പോലെ അവരും അവഗണിക്കുന്നു. അവരുടെ ഈ ധിക്കാരം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് അള്ളാഹു ശിക്ഷയോ പരീക്ഷണമോ നൽകുമ്പോൾ, വഇദാ മസ്സഹു ശർറു, അവന് ആപത്ത് ബാധിച്ചാൽ, മനുഷ്യന് തൻ്റെ ധിക്കാരം കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ അള്ളാഹു പരീക്ഷണമോ ശിക്ഷയോ ആയി പ്രയാസങ്ങൾ നൽകുമ്പോൾ, കാനയ ഊസൻ, അവൻ നിരാശനാവുന്നു. ഇത് മനുഷ്യൻ്റെ ആദ്യത്തെ സ്വഭാവത്തോടൊപ്പം ചേർത്ത് പറയുകയാണ്, മനുഷ്യൻ്റെ പൊതു സ്വഭാവമായിക്കൊണ്ട്. എന്നാൽ മനുഷ്യന് ബാധിക്കുന്ന ഇത്തരം പ്രയാസങ്ങളെ ക്ഷമിക്കാനും അതിനെ തരണം ചെയ്യാനും മനുഷ്യന് കഴിയാത്തത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അവഗണിച്ചതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും സത്യദീൻ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടെ തരണം ചെയ്യാൻ ഈ മനുഷ്യർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് കുൽ, നബിയെ താങ്കൾ അവരോട് പറയുക, സത്യനിഷേധികളായ എല്ലാ വിഭാഗങ്ങളോടും, താങ്കളെ അവഗണിച്ച് അവരുടെ വഴിക്ക് പോകുന്ന എല്ലാ വിഭാഗങ്ങളോടും താങ്കൾ പറയുക, കുല്ലുൻ യഅമലു അലാ ശാക്കിലത്തിഹി, എല്ലാ ഓരോ വിഭാഗവും അവരവരുടെ രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെയും ഖുർആനെയും അവഗണിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പ്രവർത്തിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും. ഫറബ്ബുക്കും അഅലമു, അതിനെക്കുറിച്ച് നിങ്ങളുടെ റബ്ബ് നന്നായി അറിയുന്നു. അള്ളാഹു എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കാണുകയും സൂക്ഷ്മമായി അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവന് നന്നായി അറിയാം. ബിമൻ ഹുവ അഹ്ദാ സബീല, ആരാണ് ഏറ്റവും നല്ല മാർഗത്തിലുള്ളത് എന്ന്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ അവരവരുടെ മാർഗത്തിൽ പ്രവർത്തിക്കാം. ഒടുവിൽ എല്ലാം അറിയുന്ന അള്ളാഹു നമ്മുടെ കാര്യത്തിൽ വിധി പറയുന്നുണ്ട്, ആരാണ് നേർമാർഗത്തിൽ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നതിലൂടെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ താങ്കളുടെ ആദർശ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് താങ്കൾ മുന്നേറുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഹ്വാനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യദീനിൽ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.